1.57 ലക്ഷം കോടി രൂപ കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിന് നൽകിയെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കൊറോണ കാലത്ത് 2715 കോടി രൂപ കേരളത്തിന് പലിശയില്ലാതെ നൽകിയെന്നും നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ വ്യക്തമാക്കി. ധനപ്രതിസന്ധിയിലൂടെ കേരളത്തിനോട് രാഷ്ട്രീയ വൈരം തീർക്കുകയാണെന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ധനമന്ത്രി രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവന. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, എപ്പോഴും പറയുന്നുണ്ട് കേരളം എത്ര കൊടുത്താലും കിട്ടിയില്ലെന്നാണ് പരാതി, പരിഗണിക്കുന്നില്ലെന്നാണ് പരാതി. നിർമ്മല സീതാരാമൻ്റെ ഈ വാക്കുകളിലൂടെ കേരളം വീണ്ടും വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന, മറുപടി പറയാനാകാത്തൊരവസ്ഥയിലേക്ക് വരികയാണോ? കേരളത്തിന് നൽകിയിട്ടുള്ള സഹായങ്ങൾ വളരെ കൃത്യമായി അതിൻ്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിനോട് അത്തരത്തിലൊരു രാഷ്ട്രീയ വേർതിരിവും കേന്ദ്ര സർക്കാർ നാളിതുവരെ കാണിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. കൃഷ്ണരാജ് പറഞ്ഞതുപോലെ ഏതൊരു വിഷയം ഉണ്ടാകുമ്പോഴും, അത് പ്രതിസന്ധിയാണെങ്കിലും വികസന പദ്ധതികളാണെങ്കിലും, ഏത് വിഷയം ഉണ്ടാകുമ്പോഴും കേന്ദ്ര സർക്കാർ ആവശ്യമായ ധനസഹായം നൽകിയില്ല എന്ന പരാതി കേരളം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. അത് പാർലമെന്റിൽ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ്. അതായത് കേരളത്തിനോട് രാഷ്ട്രീയ വേർതിരിവ് കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്നതിലുൾപ്പെടെ കാണിക്കുന്നു എന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ്. അതിന് മറുപടി നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം, അതിനു മുൻപ് UPA സർക്കാർ ഭരിച്ചിരുന്നതിൻ്റെ 200 മടങ്ങ് അധികം ധനസഹായം കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുണ്ട് എന്ന് കണക്കുകൾ സഹിതം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യത്തെ ജനങ്ങളോടും സംസ്ഥാനങ്ങളോടും ഇത്തരത്തിൽ ധനസഹായം നൽകുന്നതിലും ധനവിനിയോഗത്തിലും യാതൊരു തരത്തിലുമുള്ള വേർതിരിവും കേന്ദ്ര സർക്കാരിനില്ല എന്നുള്ളതും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ, അതായത് 2014 മുതൽ 2024 വരെയുള്ള കാലയളവിൽ 1.57 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. അത് 2004 മുതൽ 2014 വരെ പരിശോധിക്കുമ്പോൾ, അതായത് തൊട്ട് മോദി സർക്കാർ വരുന്നതിന് മുൻപ് UPA ഭരണകാലം പരിശോധിക്കുമ്പോൾ അത് വെറും 46,300 കോടി രൂപ മാത്രമായിരുന്നു. 239% വർധനവാണ് കേരളത്തിന് നൽകിയിട്ടുള്ള ധനസഹായത്തിൽ മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് കേരളത്തിനോട് രാഷ്ട്രീയ വേർതിരിവ് കാണിക്കുന്നതെന്ന ആരോപണം പറയുന്നത്? അത് മനസ്സിലാകുന്നില്ല എന്നാണ് ധനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടാതെ കൊറോണ കാലത്ത് 25,630 കോടി രൂപയാണ് പലിശരഹിത വായ്പയായി 50 വർഷത്തെ കാലയളവിലേക്കായി കേരളത്തിന് നൽകിയിട്ടുള്ളത്. കൂടാതെ വിവിധ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും കൈത്താങ്ങും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വേർതിരിവ് കേരളത്തോട് കാണിക്കുന്നു എന്ന ആരോപണം ഇനിയെങ്കിലും പറയരുത് എന്നുള്ളതാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമായ മറുപടി പാർലമെന്റിൽ, രാജ്യസഭയിൽ നടത്തിയിരുന്നു. അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകിയില്ല എന്നൊരു ആരോപണം പാർലമെന്റിൽ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു. കന്യാകുമാരി മുതൽ, അല്ലെങ്കിൽ കേരളത്തിലെ ആണെങ്കിലും ഉത്തർപ്രദേശിലെ ആണെങ്കിലും ഗുജറാത്തിലെ ആണെങ്കിലും ലഡാക്കിലെ ആണെങ്കിലും ജനങ്ങൾ ഭാരതത്തിലേതാണ്. ദുരന്തമുഖത്ത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കാണാറില്ല എന്നും വയനാട് ദുരന്തമുണ്ടായ ഉടൻ തന്നെ NDRFിൽ നിന്ന് 250 കോടിയിലധികം രൂപ, പിന്നീട് 130 കോടിയിലധികം രൂപ, കേരളം ചോദിച്ച പ്രത്യേക പാക്കേജിൽ 530 കോടി രൂപ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇനി തുടർന്നുള്ള സഹായം അത് മാനദണ്ഡങ്ങൾ അനുസരിച്ച് നൽകും. യാതൊരു തരത്തിലുമുള്ള വേർതിരിവ് ദുരന്തമുഖത്ത് കാണിക്കാറില്ല എന്ന കാര്യം അമിത്ഷായും വ്യക്തമാക്കിയിരുന്നു. അതിന് പിറകെയാണ് ഇന്നലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ UPA സർക്കാരിൻ്റെ 10 വർഷത്ത് നൽകിയിരുന്ന ധനസഹായത്തിൻ്റെ 239 മടങ്ങ് ധനസഹായം മോദി സർക്കാരിൻ്റെ 2014 മുതൽ 2024 വരെയുള്ള കാലയളവിൽ കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും രാഷ്ട്രീയ വേർതിരിവ് ധനസഹായത്തിൻ്റെയോ ധനവിനിയോഗത്തിൻ്റെയോ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനില്ല എന്നും ധനമന്ത്രി വ്യക്തമാക്കിയത്. കൃഷ്ണരാജ്, ഒന്നും തരുന്നില്ലെന്ന കേരളത്തിൻ്റെ പരാതിക്ക് അടുത്ത മറുപടിയാണ് രാജ്യസഭയിൽ നിർമ്മല സീതാരാമൻ നൽകിയത്. കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. പക്ഷേ അതിനുശേഷം സംസ്ഥാന സർക്കാർ മറുപടി കൃത്യമായി പറയാറുമില്ല. അതിന്നും പ്രതീക്ഷിക്കാം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ഒപ്പം ചേർന്നത്.